guys, assalamualaikum. Welcome back to my YouTube channel Free Vlogs. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഇവിടെ ചുള്ളിയ ഡാം തുറന്നിട്ടുണ്ട്, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെയും തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ 3 ഷട്ടറും തുറന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ അത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ വേറൊരു പരിപാടിക്ക് പോയിട്ട് വന്നതും അപ്പൊ തന്നെ ചിന്ത പറഞ്ഞു ഡാം ഇങ്ങനെ തുറന്നിട്ടുണ്ടല്ലോ, പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് പോവാൻ നിൽക്കുകയാണ്. പിന്നെ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോകുന്ന മേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. നേരെ വീഡിയോ. ഹലോ ഗായ്സ്, അപ്പം ഞാനിതാ അങ്ങനെ ഡാമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് വണ്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ് കുറേ പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചിന്നത്ത, പിന്നെ അതുപോലെ ചിന്നമ്മ, മുഹമ്മദ്, പിന്നെ നമ്മുടെ അടുത്ത് വീട്ടിലൊരു താത്തയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി തന്നെയാണ്. ആ താത്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളിതാ ഷട്ടർ തുറന്നവിടെയാണ് കേട്ടോ പോയത്. ഞങ്ങൾ മേലെ പോയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ താഴെക്കൂടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് താഴെക്കൂടെ തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ വൈകുന്നേരം തന്നെ എനിക്ക് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാമൊക്കെയാണ് കേട്ടോ. അപ്പോൾ യൂണിറ്റ് ടെക്സ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തിങ്കളാഴ്ച രാത്രി ഇരുന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചൊവ്വാഴ്ച രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരവും ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഷട്ടർ തുറന്നതിൻ്റെ അവിടെ തന്നെ ഒരു പാലം ഉണ്ട് കേട്ടോ, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. അപ്പോൾ അവിടേക്ക് പോയി അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. ഡാം 3 നല്ല പോലെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ടാണ് കേട്ടോ പോയി വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണുക. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. ഇത് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ അല്ലേ. അപ്പോൾ ഇപ്പം എന്താ അവസ്ഥ എന്ന് അറിയില്ല. നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം തന്നെ ആകെ 1 ഷട്ടറോ 2 ഷട്ടറോ മാത്രമാണ് കേട്ടോ പിന്നെ ഓപ്പൺ ആയത്. 3 ഷട്ടറും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ കൺക്ലൂഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ആയിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വന്നില്ല. അപ്പോൾ എന്തായാലും സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിന്നത്ത പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കിളിമല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ ഇട്ടതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കിളിമലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത്രേ. ഇതിൽ ഇതിനെ കാണാൻ എന്താ പറയുക, ഒരു കിളിൻ്റെ മൂക്ക് പോലെയാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇവിടെ ഉള്ളവർ ഓരോന്ന് പറയണമെന്ന് മാത്രം കേട്ടോ. പിന്നെ അത് അവിടെ നമ്മൾ പോകുന്നത് ഇവിടെ ഏതൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാൻ കേട്ടോ നമ്മൾ. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ റിസോർട്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അടിപൊളി വ്യൂ തന്നെയാണ്. ഓരോ മലൻ്റെ അവിടെയും ഓരോരോ ബിൽഡിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ തന്നെ. നമ്മളിവിടെ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോയായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്തോ ചുക്രിയാലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ കുറേ ബൈക്കുകളും കാറുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടുത്തെ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുന്നത് അത് അവിടെ നിന്നുള്ള വെള്ളമാണ് കേട്ടോ, ഇതിൽ കൂടെ അങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനി നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. രണ്ട് ഷട്ടർ നല്ലപോലെ തുറന്നിട്ട് ഇപ്പുറത്തുള്ളത് കുറച്ച് തുറന്നിട്ടുണ്ടോ ഗൈസ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണുക. അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. അതുപോലെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും നിൽക്കല്ലേ, നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിൽ. അപ്പം ഇനി എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഫ്രം ബൈ.